മടങ്ങി വരുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. KSUവിന്റെ സംസ്ഥാന ക്യാമ്പിൽ സംഘർഷമുണ്ടായി. കെദയ്യാർ ഡാം രാജീവ് ഗാന്ധി സ്റ്റഡി സെന്ററിൽ നടന്ന ക്യാമ്പിലാണ് ഇന്നലെ അർദ്ധരാത്രി സംഘർഷമുണ്ടായത്. KSU മണ്ഡലം ഭാരവാഹിയായ പാറശാല സ്വദേശി സുജിത്തിന് സംഘർഷത്തിൽ പരിക്കേറ്റു. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ KSU സംസ്ഥാന ക്യാമ്പ് ഉടൻ പിരിച്ചുവിട്ടേക്കാനാണ് സാധ്യത. ഈ സംഘർഷത്തെക്കുറിച്ച് KPCCയുടെ 3-അംഗ സമിതി അന്വേഷണം നടത്തും എന്നതാണ് പ്രധാനപ്പെട്ട വാർത്തയായി പുറത്തു വരുന്നത്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, എന്താണ് സംഭവിച്ചത് KSUവിന്റെ ക്യാമ്പിൽ? നെയ്യാർ ഡാമിലുള്ള രാജീവ് ഗാന്ധി സ്റ്റഡി സെന്ററിലാണ് KSUവിന്റെ സംസ്ഥാന ക്യാമ്പ് റിസർജൻസ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പുരോഗമിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായി ഇന്നലെ വൈകിട്ട് അർദ്ധരാത്രിയോടെയാണ് ഡാൻ ഒന്ന് ഹോൾഡ് ചെയ്യുക. നമുക്ക് ആ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കാണാം, അതിനുശേഷം ഡാനിലേക്ക് വരാം. ഡാൻ, ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. നമുക്ക് എന്താണ് ക്യാമ്പിൽ നടന്നത്? ക്യാമ്പിൽ ക്യാമ്പിന്റെ ഒരു പതിവ് സ്വഭാവത്തിലുള്ള കാഴ്ചകളല്ല അവിടെ കാണാൻ കഴിയുന്നത്. KSUവിന്റെ സംസ്ഥാന അധ്യക്ഷനൊക്കെ അവര് ആർത്തുല്ലസിക്കുന്ന പോലെയുള്ള ചില ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ഒരുപക്ഷെ അവിടെ നടന്ന ചില ആഘോഷങ്ങളാവാം, സ്വാഭാവികമാണ്, ക്യാമ്പിന്റെ ഭാഗമാവാം. എന്താണ് ഈ ഒരു സന്തോഷവും ആഹ്ലാദ നൃത്തവും ഒക്കെയാണ് ഒടുവിൽ സംഘർഷത്തിലേക്ക് വഴിമാറിയത്? ഡാൻ, സജിത്ത്, 3 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പാണ് കഴിഞ്ഞ ദിവസം നെയ്യാർ ഡാമിലെ രാജീവ് ഗാന്ധി സ്റ്റഡി സെന്ററിൽ ആരംഭിച്ചത്. എല്ലാ ദിവസവും വൈകിട്ട് കലാപരിപാടികൾ ഉണ്ടായിരുന്നു. അതിൽ 2-ാം ദിവസം ഈ KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവിന്റെ നേതൃത്വത്തിൽ സംഗീത വിരുന്ന് നടന്നു. DJ പാർട്ടിക്ക് സമാനമായ തരത്തിലാണ് ആ പരിപാടി അവിടെ നടന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. സ്വാഭാവികമായി അലോഷ്യസ് സേവർ ഉൾപ്പെടെയുള്ള KSUവിന്റെ സംസ്ഥാന ഭാരവാഹികൾ നൃത്തം വെക്കുന്നത് ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തവുമാണ്. അതിന് പിന്നാലെയാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ ഈ KSU പ്രവർത്തകർ തമ്മിൽ, അതായത് സംസ്ഥാനത്തെ മിക്ക ജില്ലകളിൽ നിന്നുള്ള ഭാരവാഹികൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വാഭാവികമായി അങ്ങനെയുണ്ടായ ഒരു തർക്കമാണ്, വാക്ക് തർക്കമാണ് ഇങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മണിക്കൂറുകളോളം ഈ സംഘർഷവും വാക്കേറ്റവും നീണ്ടു നിന്നുവെന്നും പുലർച്ചെ KSUവിന്റെ സംസ്ഥാന കമ്മിറ്റി കൂടിയതിനു ശേഷം ഇങ്ങനെ ഈ ക്യാമ്പ് ഇനി തുടർന്നുകൊണ്ട് പോകാനാവില്ല എന്നൊരു നിലപാടിലേക്ക് എത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം, ഈ സംഘർഷത്തിനിടയിൽ പാറശാല സ്വദേശിയായ സുജിത്ത്, അതായത് പാറശാല മണ്ഡലം ഭാരവാഹിയാണ്, സുജിത്തിന്റെ ഒരു വെയിന് അറ്റുപോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സുജിത്തിനെ അല്പസമയത്തിനകം നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുന്ന സാഹചര്യവും ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ടാണ് KPCC അധ്യക്ഷൻ 3-അംഗ സമിതിയെ അന്വേഷണത്തിന് നിയോഗിച്ചിരിക്കുന്നത്. പഴകുളം മധു, MM നസീർ, AK ശശി തുടങ്ങിയ KPCC ജനറൽ സെക്രട്ടറിമാരാകും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുക. ഇവരെ അടിയന്തരമായി നെയ്യാർ ഡാമിലെ ക്യാമ്പ് സെന്ററിലേക്ക് എത്താനുള്ള നിർദ്ദേശവും KPCC അധ്യക്ഷൻ നൽകിയിട്ടുണ്ട്. ഈ ക്യാമ്പ് ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വെട്ടിച്ചുരുക്കി പിരിച്ചുവിടുന്ന തരത്തിലേക്കായിരിക്കും നടപടികൾ നീങ്ങുകയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സജിത്ത്, ഇതിൽ എന്തായാലും KPCC തലത്തിലുള്ള ഇടപെടൽ ഉണ്ടായേ പറ്റൂ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അങ്ങേയറ്റം നാണക്കേടാണ്. ഈ ക്യാമ്പിന്റെ ഒരു പൊതു സ്വഭാവം എന്തായിരുന്നു? ഒരു പഠന ക്യാമ്പായിരുന്നു? എന്തായിരുന്നു അതിന്റെ ഒരു വ്യക്തത വരുത്തുന്നത് എങ്ങനെയാണ് ഡാൻ? സ്വാഭാവികമായി വേനലവധി അവസാനിക്കാൻ പോവുകയാണ്. റിസർജൻസ് ക്യാമ്പ് എന്ന പേരിലായിരുന്നു ഈ ക്യാമ്പ് അവിടെ നടന്നതും. അതുകൊണ്ട് തന്നെ ഈ 3 ദിവസത്തെ ക്യാമ്പ് എല്ലാ മേഖലകളിലും സമാനമായ തരത്തിൽ KSU ക്യാമ്പ് നടത്തിയിരുന്നു. അത്തരത്തിൽ KSUവിന്റെ സംസ്ഥാന ക്യാമ്പിലാണ് സംഘർഷമുണ്ടായത്. ഇന്നലെ അർദ്ധരാത്രിയിലാണ് സംഘർഷമുണ്ടായത്. രാജീവ് ഗാന്ധി സ്റ്റഡി സെന്ററിൽ, അതായത് രാജീവ് ഗാന്ധി നെയ്യാർ ഡാമിലെ KPCCയുടെ ഒരു പഠന ക്യാമ്പ് നടക്കുന്ന സ്ഥിരമായ സ്ഥലമാണ്. അവിടെയാണ് ഇത്തരമൊരു സംഘർഷമുണ്ടായത്. സംസ്ഥാന ക്യാമ്പ് ഉടൻ പിരിച്ചുവിട്ടേക്കുമെന്നാണ് ലഭ്യമാവുന്ന വിവരം. 3 ദിവസങ്ങളായി നടന്ന ക്യാമ്പിനിടയിലാണ് സംഘർഷമുണ്ടായത്. ഡാൻ, ഈ 3-അംഗ സമിതിയുടെ റിപ്പോർട്ട് അതെപ്പോഴും ഉണ്ടാവും? തുടർ നടപടികൾ, അച്ചടക്ക നടപടികൾ, അതൊക്കെ KPCCയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാമോ?
സ്വാഭാവികമായി അതിലേക്ക് തന്നെ കടക്കാനാണ് സാധ്യത. കാരണം പക്വതയില്ലാത്ത തരത്തിലാണ് നേതൃത്വത്തിലുള്ള പലരും ഈ ക്യാമ്പിൽ പങ്കെടുത്ത പലരും പെരുമാറിയത് എന്ന തരത്തിലുള്ള വിവരങ്ങൾ KPCC നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലാണ് അവരുടെ പ്രവർത്തനം എന്ന ഒരു പ്രാഥമികമായ വിലയിരുത്തലാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് സംഘടന സാധാരണയായി കോൺഗ്രസിനുള്ളിലോ യൂത്ത് കോൺഗ്രസിനുള്ളിലോ KSUവിലോ ഒക്കെ ഇങ്ങനെ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കങ്ങളുടെ പേരിലാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടുമില്ല. ഇത് ഈ പ്രവർത്തകർ തമ്മിലുണ്ടായ വാക്കേറ്റമാണ് പിന്നീട് തർക്കത്തിലേക്കും ഇങ്ങനെയൊരു സംഘർഷത്തിലേക്കും കലാശിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് രക്തത്തുള്ളികൾ ഇങ്ങനെ ചിതറിത്തെറിച്ച് കിടക്കുന്നത്. കാരണം അത്തരത്തിൽ ഗ്ലാസ് പൊട്ടിത്തെറിച്ച് കൈകൊണ്ടിടിക്കുന്നതിനിടയിൽ തകർന്നാണ് ഈ സുജിത്ത് എന്ന KSU ഭാരവാഹിയുടെ വെയിൻ മുറിയുന്ന തരത്തിലേക്ക് ഗുരുതരമായ പരിക്ക് പറ്റിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി ഈ സുജിത്തിനെ അല്പസമയത്തിനകം ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ KPCC നേതൃത്വം കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്ന് കരുതാനാവില്ല. അടിയന്തരമായ നടപടി തന്നെ ഉണ്ടായേക്കും. KSU സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി വരാനുള്ള സാധ്യതയാണ് നിലവിലെ സാഹചര്യത്തിൽ മുമ്പിൽ കാണുന്നത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും KSU പഠന ക്യാമ്പിലാണ് ഇത്തരമൊരു സംഘർഷം ഉണ്ടായിരിക്കുന്നത്. അവിടെ നടന്ന ഒരു ആഘോഷം പരിധി വിട്ട് അതൊരു അക്രമത്തിലേക്ക് പോയി എന്നതാണ്. പരസ്പരം പ്രവർത്തകർ തമ്മിൽ ഉണ്ടായ തർക്കമാണ് സംഘർഷത്തിന് വഴിവായത്. ഒരു പ്രവർത്തകന് വലിയ പരിക്കേറ്റു എന്നതാണ് സാഹചര്യം. മടങ്ങി വരാം വേഗത്തിൽ ഒരിടവേള.